വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ പോസ്റ്റർ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ എല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷനെ കൂടെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഇതുപോലത്തെ പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ചെയ്യാന്നുള്ളത് അറിയില്ല. അപ്പോൾ ചിലർക്കുള്ള അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും എങ്ങനെ ഇതുപോലത്തെ പോസ്റ്ററൊക്കെ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുമെങ്കിൽ വീഡിയോ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ എങ്ങനെയാണ് ആനിമേഷൻ വീഡിയോ, അതായത് ഇലക്ഷനെ പറ്റിയുള്ള ആനിമേഷൻ വീഡിയോ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ട് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും വേറൊന്നും പറഞ്ഞ വൈകിപ്പിള്ള നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരു കാര്യം രാഷ്ട്രീയപരമായിട്ട് എടുക്കരുത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എല്ലാവരും ഇരുന്ന് കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതാണ് ചെയ്യുന്നത്. അടുത്ത പാർട്ടികളുടേത് വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ എല്ലാവരും അതും കാണുക. എന്തായാലും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസും കാണാൻ കഴിയും. വേറൊന്നും പറഞ്ഞ് വൈകിപ്പിക്കാനുള്ള നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദെൻ വി ക്യാൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഓപ്പൺ ആക്കിയുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Pixellab ആണ്. അപ്പോൾ ഈ Pixellab ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു Pixellab ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. അതിൽ ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈസ് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇതാണ് ഞാൻ കാണിച്ചു തരാം. അതിൽ സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അതിൻ്റെ വിഡ്ത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1066 ആക്കി കൊടുക്കാം. ഓക്കെ, ഹൈറ്റ് നമുക്കിപ്പോൾ ഓൾറെഡി തന്നിട്ടില്ല, ആ ഒരു ഹൈറ്റ് തന്നെ മതി. അപ്പോൾ എന്തായാലും നമ്മൾ 1250 തന്നെ ഹൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയില്ല. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മുടെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഇമേജാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്തൊരു ഇമേജാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്ന പ്രതീക്ഷയൊന്നും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് പോയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ എടുക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. അതിൽ നമുക്ക് മുകളിലായിട്ടൊരു ബാർ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഷേപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ അതിൻ്റെ സൈസ് ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് എങ്ങനെയാണ് വരേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അത് സെറ്റാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഇതിൽ കളറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ നമുക്ക് വേണ്ട കളർ എടുത്തിട്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഒന്നുകൂടിയും അടിപൊളിയായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് കയറ്റണം. അതായത് മറ്റൊരു പോസ്റ്റർ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഒരു പോസ്റ്റർ ഡിസൈൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ പിന്നിലുള്ള ആ ഒരു കാപ്പി ആയിട്ടുള്ള വരുന്ന ആ ഒരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ടൂളിൽ വന്നിട്ട് ഗ്രേഡിയൻ്റ് ആയാലും കളറായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഗ്രേഡിയൻ്റ് ആയിട്ട് 2 കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്ലസ് സൈക്കിളിൽ പോവുക, ഗ്രേഡിയൻ്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പ്ലസ് സൈക്കിളിൽ പോയിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് ഏത് തരത്തിൽ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാനൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ജസ്റ്റ് ആദ്യം കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൂൾ നോക്കിയിട്ട് ബക്കറ്റ് ടൂൾ നിൽക്കുക. അതായത് ബക്കറ്റ് ടൂൾ ചൂസ് ചെയ്തിട്ട് അതിൽ മുകളിൽ കാണുന്ന ആ 2 ഓപ്ഷനിൽ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഓപ്ഷനിൽ നിൽക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ 2 കളേഴ്സും ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ഡാർക്കായിട്ടും ഒന്ന് ലൈറ്റായിട്ടുമുള്ള 2 കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇമേജ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് ഡിലീറ്റ് ആക്കി കളയാണ്. അപ്പോൾ അത് കളഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഏത് കളറിലുള്ള രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ ലൈറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഗ്രേഡിയൻ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിലേക്ക് ഇനി നമ്മുടെ ആ ഒരു പാർട്ടിയുടെ ചിഹ്നം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ പാർട്ടിയുടെയും ചിഹ്നം ചിലപ്പോൾ നമുക്ക് ക്രോമിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ ക്രോമിൽ പോയിട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. എന്തായാലും ഈ ഒരു ചിഹ്നം ഞാൻ എന്തായാലും PNG എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. PNG എനിക്ക് അടിപൊളിയായിട്ടുള്ള PNG കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കോണിയുടെ PNG കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇറേസ് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന്
ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇറേസ് ആവും. അപ്പോൾ നമ്മൾ ഇറേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട, കാരണം PNG ഞാൻ എന്തായാലും അത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു PNG ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, അതായത് ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ലെയറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് വേണ്ട ആ ഒരു ചിഹ്നവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കൂടുതലായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റാണ്, അതായത് മലയാളം ടെക്സ്റ്റ് എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം കോഡി FML എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. അതിൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് FML എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ Pixellab ഓപ്പൺ ആക്കുക. അതിൽ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് എന്താണ് നമ്മൾ ആ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ ഒരു സംഭവത്തിൻ്റെ FML ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിനാണ് നമ്മൾ ഗെറ്റ് FML എന്നുള്ള ആ ഒരു കീയിൽ നിൽക്കിയത്, അതായത് ആ ഒരു ബട്ടണിൽ നിൽക്കിയത്. ഇനി നമ്മൾ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. അതായത് മലയാളം ഫോണ്ട് FML ഫോണ്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ക്രോമിൽ, അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ കയറി കഴിഞ്ഞാൽ FML ഫോണ്ടിൻ്റെ ഫോണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളൊക്കെ വീഡിയോ യൂട്യൂബിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ കരുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേങ്ങര UDF സ്ഥാനാർത്ഥി എന്നാണ്. അപ്പോൾ വേങ്ങര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ ഡിസൈനാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് ജനപ്രതിനിധിയാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു പാർട്ടികളുടെ ജനപ്രതിനിധികളുടെയും നമ്മൾ ഇതുപോലെ പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണാതെ. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ UDF എന്നാണ്. അപ്പോൾ UDF എന്നുള്ളതിന് ജസ്റ്റ് ഞാൻ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് UDF ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേങ്ങര UDF എന്നുള്ളതിന് UDF എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അതിന് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളൊരു ഫോണ്ട് LDF ആയാലും UDF ആയാലും BJP ആയാലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ UDF എന്നുള്ളതിന് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി മലയാളം ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു വോട്ട് ഫോർ UDF എന്നുള്ളൊരു ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് വോട്ട് ഫോർ UDF എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വോട്ട് ഫോർ UDF എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഇതിൽ വരുമ്പോൾ അലൈൻ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സെൻട്രൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ അത് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കറക്റ്റായിട്ട് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നല്ലൊരു അത്യാവശ്യം കട്ടിയുള്ളൊരു ഫോണ്ട് തന്നെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ വോട്ട് ഫോർ UDF ആണ്, വോട്ട് ഫോർ LDF, വോട്ട് ഫോർ BJP എന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഐഡിയക്കല്ല, നമ്മുടെ ഏത് പോസ്റ്ററാണ് ചെയ്യുന്നത് വെച്ചാൽ ആ പാർട്ടിയുടെ ഇതിനനുസരിച്ച് ഇടാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്തത് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 7 അതിന് താഴത്തേക്ക് നോക്കിയാൽ മതി, കൂടുതലായിട്ട് വേണ്ട. അപ്പോൾ എന്തായാലും ഒപ്പാസിറ്റി നമ്മൾ പറ്റ കുറച്ചിട്ടിട്ടുണ്ട്, അതായത് ഏകദേശം ഒരു 7 ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈസൊന്ന് വലുതാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈസും കറക്റ്റാക്കി വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്ററിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞു തന്നെ പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ ഇമേജ് സേവ് ചെയ്യുമ്പോൾ ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഇമേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഔട്ട്ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഇമേജ് സേവ് ചെയ്യുമ്പോൾ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അൾട്രാ എന്നുള്ള ഓപ്ഷനിൽ ഇട്ടേക്കുക. അതാകുമ്പോൾ നമുക്ക് ഫുൾ ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വേറൊന്നും പറഞ്ഞ് വൈകിപ്പില്ല, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റു പാർട്ടികളുടെ വീഡിയോസ് വൈകാതെ വരും ദിവസങ്ങളിൽ വരും. എന്തായാലും കൂടുതൽ വൈകിപ്പിക്കില്ല, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലാതെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ് വൈകിപ്പില്ല, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.